ഓരോ മാസവും ശമ്പളം വരുമ്പോൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോൺ അടയ്ക്കാനുള്ള തീയതി ഓർത്ത് ടെൻഷൻ അടിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കെണിയാണ്. അപ്പോൾ ഈ ഇ എന്ന കെണിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു 4 സ്റ്റെപ്പ് പ്ലാനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സാധാരണയായി 2 തരം സാമ്പത്തിക ജീവിതം നമുക്ക് ചുറ്റും കാണാം. ഒന്നാമത്തത് സാലറി ടു സാലറി ജീവിതം, അതായത് ശമ്പളം വരുന്നു, ചെലവാക്കുന്നു, മാസം തീരുമ്പോഴേക്കും കയ്യിലെ കാശ് തീരുന്നു. ഇതൊരു ബുദ്ധിമുട്ടുള്ള ജീവിതം തന്നെയാണ്. പക്ഷേ അതിലും അപകടം പിടിച്ച ഒന്നാണ് ടു ജീവിതം. ശമ്പളം അക്കൗണ്ടിൽ വന്നോ ഇല്ലയോ എന്നറിയുന്നതിന് മുൻപ് തന്നെ അതിലൊരു വലിയ ഭാഗം ലോൺ അടയ്ക്കാനായിട്ടങ്ങ് പോകും. സത്യം പറഞ്ഞാൽ ഈ ടു ജീവിതം എന്ന് പറയുന്നത് ഒരു ടിക്ക് ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ബോംബ് പോലെയാണ്. ഒരു ചെറിയ അത്യാവശ്യം മതി എല്ലാം തകിടം മറിയാൻ. എന്തുകൊണ്ടാണ് ഇതിനൊരു ടൈം ബോംബ് എന്ന് പറയുന്നത്? അതെന്താണ് ഇത്ര അപകടം? നമുക്ക് നോക്കാം. ഒന്നോർത്തു നോക്കൂ. പെട്ടെന്നൊരു ദിവസം നമ്മുടെ ജോലി പോയാൽ, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ എന്തു ചെയ്യും? കയ്യിൽ വേറെ പണമില്ലെങ്കിൽ ആദ്യം മുടങ്ങുന്നത് ലോൺ അടവായിരിക്കും. അതോടെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ തകരും. പിന്നെ തുടങ്ങും ബാങ്കിൽ നിന്നുള്ള വിളികൾ. നമ്മുടെ മനസ്സമാധാനം പോകും, സമ്പാദ്യം മുഴുവൻ തീർന്നു പോകും. എന്തിന്? നമ്മുടെ ബന്ധങ്ങളിൽ പോലും പ്രശ്നങ്ങൾ വരും. ആരോഗ്യം, സമ്പത്ത്, ബന്ധങ്ങൾ, ഈ 3 തൂണുകളാണ് ഒറ്റയടിക്ക് ഇല്ലാതാവുന്നത്. ശരി, അപ്പോൾ ഈ കടം എന്ന് പറയുന്ന കെണി അത് ശരിക്കും എത്രത്തോളം ആഴമുള്ളതാണ്? ബാങ്കുകൾ നമ്മളെ എങ്ങനെയാണ് ഇതിൽ കുടുക്കി നിർത്തുന്നത്? നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ട് ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിയേക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള, അതായത് കടത്തിൽ ജീവിക്കുന്ന ആളുകൾ ഏത് സംസ്ഥാനത്താണെന്ന് അറിയാമോ? അത് മറ്റെവിടെയുമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. അതെ, നമ്മൾ മലയാളികളാണ് കടം വാങ്ങി ജീവിക്കുന്നതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കാൻ ഈ കണക്കൊന്ന് നോക്കൂ. കേരളത്തിലെ വെറും 3 പ്രധാന ഗോൾഡ് ലോൺ കമ്പനികളിലായി നമ്മൾ മലയാളികൾ പണയം വെച്ചിരിക്കുന്നത് 300 ടൺ സ്വർണമാണ്. ഓർക്കണം, ഇത് നമ്മുടെ റിസർവ് ബാങ്കിന്റെ കയ്യിലുള്ള മൊത്തം സ്വർണത്തിന്റെ 1/3 വരും. നമ്മുടെ കടത്തിന്റെ ഒരു ആഴം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ലോണിന്റെ യഥാർത്ഥ കെണി തുടങ്ങുന്നത് ഇവിടെയാണ്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ 50 ലക്ഷം രൂപയുടെ ഒരു ഹോം ലോൺ 9% പലിശയ്ക്ക് എടുത്തു എന്ന് വെക്കുക. അത് 10 വർഷം കൊണ്ട് അടച്ചു തീർക്കുകയാണെങ്കിൽ നിങ്ങൾ പലിശയായിട്ട് ഏകദേശം 26 ലക്ഷം രൂപ കൊടുക്കണം. പക്ഷേ മാസടവ് കുറയ്ക്കാൻ വേണ്ടി നമ്മളെല്ലാവരും സാധാരണ എന്തു ചെയ്യും? കാലാവധി അങ്ങ് നീട്ടിവെക്കും, അല്ലേ? അപ്പോൾ അത് 30 വർഷമാക്കിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിങ്ങൾ പലിശയായിട്ട് മാത്രം അടക്കേണ്ടി വരുന്നത് 94 ലക്ഷം രൂപയാണ്. അതായത് ലോൺ എടുത്ത തുകയുടെ ഏതാണ്ട് ഇരട്ടിയോളം. പക്ഷേ അതിലും വലിയൊരു കെണി ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ അടയ്ക്കുന്ന യുടെ കാര്യം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ലോണിന്റെ ആദ്യത്തെ കുറേ വർഷങ്ങളിൽ നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ 93% പോകുന്നത് പലിശയിലേക്കാണ്. വെറും 7% മാത്രമാണ് മുതലിലേക്ക് പോകുന്നത്. ഇതിന്റെ അർത്ഥമെന്താണെന്നറിയാമോ? നിങ്ങൾ വർഷങ്ങളോളം അടച്ചിട്ടും നിങ്ങളുടെ യഥാർത്ഥ കടം കാര്യമായിട്ട് കുറയുന്നേയില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ കെണിയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കും? അതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കൊരു സാമ്പത്തിക വ്യക്തത ഉണ്ടാക്കുക എന്നതാണ്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഈ സ്ക്രീനിൽ കാണുന്നതുപോലെ നിങ്ങളുടെ എല്ലാ ലോണുകളും, അത് ക്രെഡിറ്റ് കാർഡാവട്ടെ, പേഴ്സണൽ ലോണാവട്ടെ, ഹോം ലോണാവട്ടെ, എല്ലാം ഒരിടത്ത് എഴുതുക. എത്ര രൂപയാണിനി അടയ്ക്കാനുള്ളത്? പലിശ നിരക്ക് എത്രയാണ്? മാസം എത്ര അടയ്ക്കുന്നു? ഇതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ പടി. നമ്മളിപ്പോൾ എടുത്ത ഈ ഉദാഹരണത്തിൽ 1 ലക്ഷം രൂപ മാസവരുമാനമുള്ള ഒരാളുടെ 65% ശമ്പളവും പോകുന്നത് അടയ്ക്കാനാണ്. ഒന്ന് ഓർക്കുക, സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നിങ്ങളുടെ വരുമാനത്തിന്റെ 30% കൂടുതൽ ക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അപകട സൂചനയാണ് എന്നാണ്. അപ്പോൾ 65% എന്ന് പറയുമ്പോഴുള്ള ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 1-ാമത്തെ ലക്ഷ്യം ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കണം. അതിനുള്ള വഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. 2-ാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ ലോണുകൾ ഒപ്റ്റിമൈസ് ചെയ്യുക. അതായത് നമ്മുടെ ലോണുകളുടെ ഭാരം എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്ന് നോക്കാം. ഇതിന് പ്രധാനമായും 3 വഴികളുണ്ട്. ഒന്നാമത്തേത് ഡെപ്റ്റ് റീബാലൻസിംഗ്, അതായത് 24% പലിശയുള്ള ക്രെഡിറ്റ് കാർഡ് കടം പോലുള്ളവ പലിശ കുറഞ്ഞ ഒരു പേഴ്സണൽ ലോൺ എടുത്ത് ഒറ്റയടിക്ക് അടച്ചു തീർക്കുക. രണ്ടാമത് ലോൺ ട്രാൻസ്ഫർ ചെയ്യുക. നിങ്ങളുടെ ലോൺ ഇപ്പോഴുള്ള ബാങ്കിനേക്കാൾ കുറഞ്ഞ പലിശ തരുന്ന വേറൊരു ബാങ്കിലേക്ക് മാറ്റം പറ്റുമോയെന്ന് നോക്കുക. മൂന്നാമതായി വിലപേശുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ബാങ്കിൽ ചെന്ന് മാനേജറുമായി സംസാരിച്ച് പലിശ നിരക്ക് കുറച്ചു തരാൻ ആവശ്യപ്പെടുക. പലപ്പോഴും നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിൽ അവർ അത് പരിഗണിച്ചേക്കും.
ഇനി പറയാൻ പോകുന്ന കാര്യം ലോൺ എടുക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാത്ത എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്ലാറ്റ് റേറ്റും റെഡ്യൂസിംഗ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം. ഫ്ലാറ്റ് റേറ്റിൽ നിങ്ങളെടുത്ത മുഴുവൻ തുകയ്ക്കും ലോൺ തീരുന്നതുവരെ പലിശ കണക്കാക്കും. നിങ്ങൾ എത്രയൊക്കെ തിരിച്ചടച്ചാലും ശരി. ഇതൊരു വലിയ ചതിക്കുഴിയാണ്. എന്നാൽ റെഡ്യൂസിംഗ് റേറ്റിൽ നിങ്ങൾ അടച്ചു തീർക്കുന്നതിനനുസരിച്ച് ബാക്കിയുള്ള തുകയ്ക്ക് മാത്രമേ പലിശ ഈടാക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, റെഡ്യൂസിംഗ് റേറ്റ് ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇനി അവസാനത്തെ 2 സ്റ്റെപ്പുകളിലേക്ക് കടക്കാം. എങ്ങനെ കുറച്ച് അധികം പണം കണ്ടെത്താമെന്നും അതുപയോഗിച്ച് എങ്ങനെ ഏറ്റവും വേഗത്തിൽ കടമടച്ചു തീർക്കാമെന്നും നമുക്ക് നോക്കാം. കടം വേഗത്തിൽ അടച്ചു തീർക്കാൻ പല വഴികളുണ്ട്. അവലാഞ്ച് രീതിയിൽ നമ്മൾ ഏറ്റവും കൂടിയ പലിശയുള്ള ലോൺ ആദ്യം തീർക്കാൻ ശ്രമിക്കും. സ്നോബോൾ രീതിയിലാണെങ്കിൽ ഏറ്റവും ചെറിയ ലോൺ ആദ്യം തീർത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കും. എന്നാൽ ഇവയേക്കാളൊക്കെ കാര്യക്ഷമമായ ഒന്നാണ് വെയ്റ്റഡ് സ്പ്ലിറ്റ് രീതി. ഇത് കുറച്ചുകൂടി സ്മാർട്ടാണ്. നിങ്ങളുടെ എല്ലാ ലോണുകളുടെയും പലിശയും കാലാവധിയും ഒക്കെ നോക്കിയിട്ട് ഓരോ മാസവും നിങ്ങളുടെ കയ്യിലുള്ള അധിക തുക ഏത് ലോണിൽ അടച്ചാലാണ് ഏറ്റവും കൂടുതൽ പലിശ ലാഭിക്കാൻ കഴിയുക എന്ന് ഇത് കൃത്യമായി പറഞ്ഞുതരും. ഒരു പ്ലാനുമില്ലാതെ പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണത്തിലെ ആൾക്ക് ഈ കടങ്ങളെല്ലാം അടച്ചു തീർക്കാൻ 30 വർഷം വേണ്ടിവരും. എന്നാൽ കൃത്യമായൊരു പ്ലാനോടെ മാസം വെറും 5000 രൂപ അധികമായി അടയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വെയ്റ്റഡ് സ്പ്ലിറ്റ് രീതി ഉപയോഗിച്ചപ്പോൾ 30 വർഷം കൊണ്ട് തീരേണ്ട കടം വെറും 17 വർഷമായി ചുരുങ്ങി. അതായത് 13 വർഷമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ തിരികെ പിടിച്ചത്. പ്ലാൻ ഇല്ലാതിരുന്നപ്പോൾ അദ്ദേഹം മൊത്തം 61 ലക്ഷം രൂപയായിരുന്നു പലിശയായി മാത്രം അടയ്ക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ പുതിയ പ്ലാൻ വഴി അദ്ദേഹം ലാഭിക്കാൻ പോകുന്നത് എത്രയാണെന്നറിയാമോ? 27 ലക്ഷം രൂപ. ഒന്നോർത്തു നോക്കൂ, മാസം വെറും 5000 രൂപ അധികം അടച്ചതുകൊണ്ട് പലിശ ഇനത്തിൽ മാത്രം ലാഭിച്ചത് 27 ലക്ഷം രൂപയാണ്. ഇതൊരു ചെറിയ തുകയല്ല. അപ്പോൾ ഈ 4 സ്റ്റെപ്പുകൾ കൃത്യമായി പിന്തുടർന്നാൽ കടമെന്ന വലിയ ഭാരത്തിൽ നിന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വഴി നിങ്ങൾക്കും തുറന്നെടുക്കാൻ സാധിക്കും. അവസാനമായി ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇന്ധനമാകേണ്ടത് നിങ്ങളുടെ വരുമാനമാണോ അതോ എപ്പോഴും ലോണുകളാണോ? ചിന്തിക്കുക. കടങ്ങളെടുക്കുന്നതിനപ്പുറം സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിലേക്ക് നമ്മുടെ ചിന്തയെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.